ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തക്കാളി കൊണ്ട് പെട്ടെന്നൊരു ഒഴിച്ചേറി ഉണ്ടാക്കിയാലോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചേറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിൽ മീൻകറിയും ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചേറിയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, വലിയ സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. തക്കാളി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇടത്തരം 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പുളി കുറവുള്ള തക്കാളിയാണ്. പിന്നെ അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് കൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. ഇനി എരിവൊക്കെ കൂടുതൽ വേണമെങ്കിലും കൂടുതൽ തക്കാളിയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് എത്ര കറി വേണം എന്നുള്ളതിനനുസരിച്ച് എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ 2 തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 സ്പൂണും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേഗം വെക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് വെള്ളം മതി, കാരണം തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ അത് അടുപ്പിലോട്ട് വേകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു തേങ്ങയുടെ ഒരു അരമുറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരപ്പൊക്കെ നമ്മളെപ്പോഴും തക്കാളി കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അരപ്പങ്ങ് എടുത്താൽ മതി കേട്ടോ. അതിലോട്ടൊരു 1/4 സ്പൂണ് ജീരകവും 2-3 ചുമന്നുള്ളി, ചെറിയ ഉള്ളിയില്ലേ, അതും കൂടെ ചേർത്ത് അരച്ച് പേസ്റ്റ് പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അരച്ചെടുത്തപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലോട്ട് തന്നെ അരച്ച കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. തിളയ്ക്കാനൊന്നും വിടണ്ട, നമുക്ക് ചൂടാക്കിയെടുത്താൽ കേട്ടോ. ആ അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറ്റിയെടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറവായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാവേ. അങ്ങനെ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് ചൂടാക്കി ഞാൻ മാറ്റി വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് കടുക് താളിച്ച് വയ്ക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുവും 1 ചുമന്നുള്ളിയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അത് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലോട്ടൊരു 2-3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലോട്ട് കടുവ് പൊട്ടിക്കാം കേട്ടോ. അങ്ങനെ അതും കൂടെ മൂത്ത് വന്നപ്പോഴത്തേനും തക്കാളിക്കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളിക്കറി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇനിയിപ്പോൾ ചിക്കൻ കറിയുടെ മീൻ കറിയുടെ കൂടെ ഒന്നും അല്ലെങ്കിലും ഈ തക്കാളിക്കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പം ടാറ്റാ.